ഇന്ന് കേരളം ഉണർന്നത് സിനിമാ താരം മണിയൻപിള്ള രാജുവിന്റെ വാഹനാപകടം കേട്ടും കണ്ടുമാണ്. ആദ്യം നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്ത മണിയൻപിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ടു എന്നാണ്. 2 യുവാക്കൾക്ക് സാരമായി പരിക്കു പറ്റിയെന്നും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ശ്രമിക്കാതെ മണിയൻപിള്ള രാജു ഒളിവിൽ പോയി. കേട്ടപ്പോൾ സ്വാഭാവികമായും ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്കും ദേഷ്യമാണ് വരിക. അപകടം സംഭവിച്ചു, പക്ഷേ റോഡിൽ കിടക്കുന്ന ആ ജീവൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കണ്ടേ? വേണം. കേസും കോടതിയും ഒക്കെ പിന്നെയല്ലേ? ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞ് അറിഞ്ഞതിനു ശേഷമാണ് ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നത്. അത് കാണാം. എങ്ങനെയാണ് അപകടം നടന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? എല്ലാം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് പരിക്കേറ്റ യുവാവിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. അതുകൂടി കേൾക്കാം. ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടെ എൻ്റെ അസൈൻമെൻറ്റ് വാങ്ങാൻ പോയിരുന്നു മഴയിലായിരുന്നു. അപ്പം ആ പെണ്ണ് അവിടെ PG ഇല്ലായിരുന്നു. PG ഇല്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ച് നമ്മൾ കവടിയായിരുന്നു വഴുതക്കാട് വഴിയാണ് വന്നത്. അപ്പം അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നൊരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ ഹോണടിച്ച് കയറി അടുത്തെത്താറായപ്പോൾ ഈ കാറ് പെട്ടെന്ന് നമ്മൾ ഇടിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള പേരും ദൂരെ തെറിച്ച് വീഴാം. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്ക് പോയി ആ ബൈക്ക്. നമ്മൾ കുറച്ച് നേരം റോഡിൽ കിടന്നു. അപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ കൂടി വന്നത്. എന്തൊരു കള്ളത്തരമാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. എത്ര മെല്ലെയാണ് മണിയൻപിള്ള രാജു വാഹനം പുറത്തേക്കെടുക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. വണ്ടിയുടെ മുൻവശം മുഴുവൻ മുന്നിലേക്ക് എത്തിയിട്ടാണ് ബൈക്ക് വന്നിടിക്കുന്നത്. ആ ബൈക്കിന്റെ സൈഡിൽ മറ്റൊരു ബൈക്ക് കൂടിയുണ്ട്, പക്ഷെ ആ ബൈക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിലോ? ശരിയാണ്, നിർത്താമായിരുന്നു. മണിയൻപിള്ള രാജുവിന് വാഹനം നിർത്താമായിരുന്നു. യുവാക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അത് തെറ്റാണ്. പക്ഷേ ഈ അപകടം മുകളിൽ ഇരുന്ന് കാണാൻ ഒരാൾ ഇല്ലായിരുന്നുവെങ്കിൽ, ആ CCTV ഇല്ലായിരുന്നുവെങ്കിൽ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ ഈ അപകടത്തിൽ കുറെ എണ്ണി പറയാൻ കഴിയുന്ന കുറെ അധികം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരവധി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഈ അപകടം നടന്നതിന് ശേഷം, ശരിയാണ്, കാർ നിർത്തിയില്ല, പോയി. അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം നടന്നുവെന്ന് പോലീസിനെ വിളിച്ച് താൻ അറിയിച്ചു എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞ പോലീസ് മണിയൻപിള്ള രാജുവിനെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്നുള്ളതാണ്. അതായത് നടനെ കണ്ടെത്താനും കസ്റ്റഡിയിൽ എടുക്കാനും ഒരു തരത്തിലുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മണിയൻപിള്ള രാജു അങ്ങോട്ട് പോവുകയായിരുന്നു. ഈ അപകടം നടന്ന മേഖല അത് വെള്ളയമ്പലം കവടിയാർ മേഖലയാണ്. CCTV എല്ലായിടത്തുമുള്ള സ്ഥലമാണ്. കാർ എങ്ങോട്ട് പോയി, ഈ അപകടം നടത്തിയ മണിയൻപിള്ള രാജുവിന്റെ കാർ എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താനും അത് പരിശോധിക്കാനും അന്വേഷിക്കാനും പോലീസ് ശ്രമിച്ചില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. അത് മാത്രമല്ല, ഇന്ന് ഒരു അപകടം ഉണ്ടായാൽ സ്വാഭാവികമായും വാഹനം ഓടിക്കുന്ന ആൾ മദ്യപിച്ചോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വൈദ്യ പരിശോധന മണിക്കൂറുകൾ വൈകി. അതായത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനാ ഫലം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് തെളിയിക്കേണ്ട, പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണ്. അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലം അത് വലിയ പോലീസ് ആസ്ഥാനം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വെറും മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. അതായത് ഒരു അപകടം നടന്നാൽ പോലീസിന് വിവരം അറിയാൻ വളരെ എളുപ്പമാണ്. എന്നിട്ടും കാര്യക്ഷമമായി പോലീസ് ഇടപെട്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ട്രിവാൻഡ്രം ക്ലബിലെ അവരിടപെട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പം വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. ശരിയാണ്, ഇപ്പോൾ മണിയൻപിള്ള രാജു പറയുന്നത് പോലെ ഒരു വാഹന അപകടം ഉണ്ടായാൽ നമുക്ക് ഭയം വരും, പേടി തോന്നും. ഒരുപക്ഷെ നിർത്താൻ നമ്മുടെ മനസ്സ് സമ്മതിക്കണമെന്നില്ല. പക്ഷെ ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം.
അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ മണിയൻപിള്ള രാജുവിന്റെ കാര്യത്തിൽ കണ്ടു, വാഹനം നിർത്താതെ അങ്ങ് പോവുകയാണ്. വാഹനം നിർത്തണമെന്ന് മാത്രമല്ല, ആ വാഹനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം. ഇപ്പോൾ ഇടിക്കുന്നു, നമുക്കെന്തെങ്കിലും പരിക്കുണ്ടോ, പരിക്ക് പറ്റിയവരവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഹനം നിർത്തണം, വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് പലപ്പോഴും, കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി, റോഡ് അപകടം ഉണ്ടായാൽ കാണാറുള്ള ഒരു കാര്യം, ഈ പരിക്കേറ്റവരെ പരിചരിക്കുന്നതിന് മുൻപ് തന്നെ തർക്കമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. അതല്ല, അതിലേക്കല്ല കാര്യങ്ങൾ നീങ്ങേണ്ടത്. ആദ്യം ചികിത്സ ഉറപ്പാക്കണം. പരിക്ക് പറ്റിയവരുണ്ടെങ്കിൽ അവർക്ക് പ്രാഥമികമായ ചികിത്സ ഉറപ്പാക്കാനും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുമാണ് നമ്മൾ സ്വാഭാവികമായും ആദ്യം ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ വിവരം, ഇങ്ങനെ ഒരു അപകടം ഇന്ന സ്ഥലത്ത് നടന്നു, ഇതിൽ ഇത്ര ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇങ്ങനെയാണ് അപകടം ഉണ്ടായത്, ഈ ബേസിക് വിവരങ്ങൾ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും വേണം. മാത്രമല്ല, ഇപ്പോൾ മണിയൻപിള്ള രാജു ചെയ്തൊരു കാര്യം, അതായത് അപകടം ഉണ്ടായിട്ട് വാഹനം നിർത്താതെ പോയി, അത് ജാമ്യമില്ലാ കുറ്റമാണ്. BNS 106(2) പ്രകാരം ശിക്ഷയുണ്ട്. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്.